ഹലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നീയാടെ നിസയുടെയും ബർത്ത്ഡേ ഒക്കെ ആയിരുന്നല്ലോ. ഒരുപാട് പേര് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. അപ്പോൾ ഞാനൊരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കേക്കൊക്കെ വാങ്ങിച്ച് ഇതാ അവർ മുറിക്കാട്ടോ. അപ്പോൾ എന്തിനപ്പോൾ രാവിലെ കേട്ടോ മുറിക്കണേ. രാവിലെ നീയാൾക്ക് പുറത്തൊക്കെ പോകണ്ടേ. അപ്പോൾ കേക്കൊക്കെ മുറിച്ചിട്ട് വിടാൻ വേണ്ടി ഞങ്ങൾ വേഗം മുറിക്കാൻ കേട്ടോ. കട്ട് ചെയ്തു. അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്തു. ഒരു സന്തോഷം അത്രേ ഉള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ ബർത്ത്ഡേ വലിയത് ആഘോഷമായിട്ടൊന്നും കഴിക്കണതല്ല. ഞാൻ എല്ലാ ബർത്ത്ഡേക്കും ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അവർ ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു കേക്ക് മേടിച്ച് കട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ. അതുപോലെ തന്നെ 2 പേർക്കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റും കൊടുപ്പിക്കാറുണ്ട് കേട്ടോ. കാരണം നമ്മൾ എന്തൊക്കെ പിള്ളേർക്ക് കൊടുത്താലും അന്നത്തെ ദിവസം എന്താണോ കൊടുക്കുന്നത് അതിനാണ് അവർക്ക് പ്രത്യേകത. അതാണ് അവർ ഓർത്തിരിക്കുള്ളൂ. അന്നേരം ഇവരോട് 2 പേരോടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറഞ്ഞ് കൊടുപ്പിക്കും. അപ്പോൾ അതാ നീയ കഴിച്ചെടുത്തത് അവൾക്കൊരു ബാഗാട്ടോ. അപ്പോൾ കോളേജിലൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാമല്ലോ. അതുപോലെ അവളൊരു ടീഷർട്ടാട്ടോ വാങ്ങിച്ചു കൊടുത്തേ. അപ്പോൾ ഇവർ തന്നെ പൈസയൊക്കെ കൂട്ടി വെക്കും കേട്ടോ. അതിന് വേണ്ടി ഇങ്ങനെ ബർത്ത്ഡേ ആവണ സമയത്ത് പൈസയൊക്കെ കൂട്ടി വെക്കും കേട്ടോ. അപ്പോൾ അതാ കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മുടെ ചിബ്രൂട്ടിനും കേക്കിൻ്റെ ക്രീം ഭയങ്കര ഇഷ്ടമാട്ടോ. അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞു. പിന്നെ രാത്രി ആയപ്പോൾ നീയാടെ ഫ്രണ്ട്സ് ഇതാ നമുക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി വന്നതാട്ടോ. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. രാത്രി ആയപ്പോൾ ഒരു 10-10:30 ആയപ്പോഴാട്ടോ അവർ വരുന്നത്. അപ്പോൾ നീയ കിടന്നായിരുന്നു. എന്നിട്ട് നീയാൾക്ക് ചെന്ന് സർപ്രൈസൊക്കെ കൊടുത്ത് ബർത്ത്ഡേ ഒക്കെ പറഞ്ഞു. അപ്പോൾ സന്തോഷമായിട്ടോ. ഞങ്ങൾക്ക് ആദ്യമായിട്ടുള്ളൊരു അനുഭവമാണ് കേട്ടോ. അപ്പോൾ ഇതാ കേക്കൊക്കെ എന്നിട്ട് കട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സന്തോഷമായിട്ടുള്ള നിമിഷങ്ങൾ നമ്മൾ ഓർത്തിരിക്കൂലേ. അപ്പോൾ ഇതാ നമ്മുടെ ജിബ്രൂട്ടന് അപ്പോഴും ക്രീമൊക്കെ നക്കി തിന്നുന്നുണ്ട് കേട്ടോ. ജിബ്രൂട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിൻ്റെ ആ ഒരു വെള്ള ക്രീമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതാ അതുപോലെ നല്ലൊരു ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവരും ദുആ ചെയ്യണം കേട്ടോ. എൻ്റെ മക്കൾക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. ഞങ്ങളും നിങ്ങളെല്ലാവരും ഞങ്ങൾ ദുആ ചെയ്യാറുണ്ട് കേട്ടോ. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ ഞാൻ ദുആ ചെയ്യാറുണ്ട് കേട്ടോ.